യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ തൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ തൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 38 വർഷമായി രോഗാത്മാവ് ബാധിച്ച് ബേഥസ്ദാ കുളത്തിൻ്റെ മണ്ഡപത്തിൽ കിടന്ന ഒരു മനുഷ്യന് യേശു നൽകിയ സൗഖ്യത്തെക്കുറിച്ച് യോഹന്നാൻ 5:1-9 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. യഹൂദന്മാരുടെ ഉത്സവ ദിനം. യേശു അവിടേക്ക് വരുന്നു. ഉത്സവം സന്തോഷത്തിൻ്റെ അവസരമാണ്. അനേകർ ഈ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ ആ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കാതെ ഒരു വലിയ കൂട്ടം രോഗികൾ കുളത്തിൻ്റെ മണ്ഡപത്തിൽ ഉണ്ടായിരുന്നു. യേശു അവരെ ശ്രദ്ധിച്ചു. ഒരു പ്രതീക്ഷയുമില്ലാതെ അവിടെ 38 വർഷമായി കിടന്ന രോഗിയെ യേശു കണ്ടു. ഉത്സവങ്ങളിലും ആരാധനകളിലും ഭക്ഷണത്തിനിരിക്കുമ്പോഴും എല്ലാം വേദനിക്കുന്നവരെ കാണുവാനുള്ള ശ്രമമാണ് യേശു നടത്തിയിരുന്നത്. പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്ന യേശു വലം കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. ലൂക്കോസ് 6:6-11 വരെ. പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് 18 വർഷമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതിരുന്ന സ്ത്രീയെ യേശു കാണുന്നത്. ലൂക്കോസ് 13:10-17 വരെ. പരീശപ്രമാണിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിരിക്കുമ്പോഴാണ് മഹോദരമുള്ള മനുഷ്യനെ യേശു കണ്ടത്. ലൂക്കോസ് 14:1-6 വരെ. ഉത്സവ തിരക്കിനിടയിലാണ് കുളത്തിൻ്റെ മണ്ഡപത്തിൽ ആരുടെയും സഹായം ലഭിക്കാതെ കിടന്ന രോഗിയെ യേശു കണ്ടത്. യോഹന്നാൻ 5:1-9 വരെ. കഴിഞ്ഞ 38 വർഷവും ഉത്സവത്തിന് വന്ന പുരോഹിതന്മാരുണ്ട്, ജനസമൂഹമുണ്ട്. അവരാരും ഈ മനുഷ്യനെ കണ്ടില്ല. കാണാതിരിക്കില്ല. കണ്ടിട്ടും കാണാതെ വണ്ണം അവർ ഉത്സവത്തിരക്കിൽ അലിഞ്ഞു ചേർന്നു. എന്നാൽ യേശു അവനെ കണ്ടു. യോഹന്നാൻ 5:6. ഒരുപക്ഷെ നാമും ഈ വിധത്തിൽ വേദനിക്കുന്നവരെ കണ്ടിട്ടും കാണാത്ത വണ്ണം വഴിമാറിപ്പോയിട്ടില്ലേ? അതുപോലെ നമ്മുടെ വേദന കാണുവാൻ താല്പര്യമില്ലാതെ വണ്ണം മാറിപ്പോയവരും ഉണ്ട്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. അവൻ നമ്മുടെ വേദനകളെ കാണുന്നു. യെശയ്യാവ് പറയുന്നത് അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നുവെന്ന യെശയ്യാവ് 53:4. യേശു കുളത്തിൻ്റെ മണ്ഡപത്തിൽ കിടന്നവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എന്തുകൊണ്ട് യേശു ഈ വിധത്തിൽ ചോദിച്ചുവെന്ന് നാം ചിന്തിച്ചേക്കാം. യേശുവിന് നമ്മുടെ യഥാർത്ഥ ആവശ്യം എന്തെന്നറിയണം. കുളത്തിൻ്റെ മണ്ഡപത്തിൽ കിടക്കുന്നവന് സൗഖ്യമാണോ ഭിക്ഷയാണോ വേണ്ടത് എന്ന് അവൻ തന്നെ പറയണം. യെരിഹോവിൽ നിന്നുള്ള കർത്താവിൻ്റെ യാത്രയിൽ വഴിയരികെ ഇരുന്ന് നിലവിളിച്ച 2 കുരുടന്മാരോട് യേശു ചോദിച്ചത്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു? മത്തായി 20:32. അവർ പറഞ്ഞു, ഞങ്ങളുടെ കണ്ണ് തുറന്നു കിട്ടണം. ബർത്തിമായി എന്ന കുരുടനോടും യേശു ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. മർക്കോസ് 10:51. ബർത്തിമായി പറഞ്ഞു, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശുവിൻ്റെ മുൻപിൽ മനസ്സ് തുറക്കാതെ അവൻ പ്രവർത്തിക്കില്ല. നമ്മുടെ ആവശ്യം വ്യക്തമായി യേശുവിനോട് പറയണം. അപ്പോൾ യേശു നമുക്ക് വേണ്ടത് നിർവഹിച്ചു തരും. മണ്ഡപത്തിൽ കിടന്ന മനുഷ്യനോട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് യേശു പറഞ്ഞില്ല. സഹായിക്കാമെന്ന് പറഞ്ഞ് അടുത്തു വരുന്ന അനേകരുണ്ടല്ലോ. അവർ സഹായിക്കണമെങ്കിൽ തിരിച്ചും അവർക്ക് എന്തെങ്കിലും ചെയ്തിരിക്കണം. ചിലർക്ക് കമ്മീഷൻ നൽകണം, ചിലർക്ക് കൈക്കൂലി നൽകണം. എന്നാൽ മറ്റു ചിലർ സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മുടെ കയ്യിലുള്ളതെല്ലാം തട്ടിയെടുത്ത് പോകുകയും ചെയ്യും. യേശു അവനെ സഹായിക്കാമെന്നൊന്നും പറഞ്ഞില്ല.
എന്നാൽ രോഗി പറഞ്ഞത്, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന. 5:7. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക. 5:8. ഉടൻ തന്നെ താൻ കിടന്ന കിടക്കയെടുത്ത് അവൻ നടന്നു. യേശുവിൻ്റെ വാക്കുകളിലെ ശക്തിയും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹവും, അതായത് സൗഖ്യം ലഭിക്കും എന്ന വിശ്വാസവും ഒരുമിച്ച് ചേർന്നപ്പോഴാ അവിടെ അത്ഭുതം നടന്നത്. വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് സൗഖ്യം കിട്ടില്ല. സൗഖ്യം വേണം എന്നുള്ള ആഗ്രഹവും യേശു സൗഖ്യം നൽകും എന്ന വിശ്വാസവും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. വിശ്വാസം കൂടാതെ സൗഖ്യം ലഭിക്കില്ല. മത്തായി 13:58 പറയുന്നത്, യേശുവിൻ്റെ പിതൃനഗരത്തിൽ ഉള്ളവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ നടന്നില്ല എന്നാണ്. എന്തുകൊണ്ട് യേശു അവനോട് കിടക്കയെടുത്ത് നടക്കുവാൻ പറഞ്ഞു? അതിന് ചില കാരണങ്ങൾ, അർത്ഥങ്ങൾ ഉണ്ട്. ഒന്ന്, ഇതുവരെയും അവൻ കിടന്ന കിടക്ക തിരിഞ്ഞ് ഇനി പോകരുത്. അവിടെ കിടന്ന് ഇനി ആരുടെയും സഹായത്തിന് അപേക്ഷിക്കരുത്. ഇനി അവൻ രോഗിയല്ല, അവന് പൂർണ്ണ സൗഖ്യമാണ് ലഭിച്ചത്. 2, ആ കിടക്ക ചുമക്കുവാൻ ഇനി ആരും അവനെ സഹായിക്കേണ്ടതില്ല. അവൻ്റെ സഹായകനായി യേശു കൂടെയുണ്ട്. വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല യേശു. 3, കിടക്ക ഇനിയും അവിടെ കിടന്നാൽ വേറെ ആരെങ്കിലും അതിൽ കിടന്നേക്കാം. ഇനി ആരും അവിടെ രോഗിയായി വന്ന് കിടപ്പാൻ പാടില്ല. യേശു എല്ലാവർക്കും സൗഖ്യം നൽകുന്നവനാണ്. കർത്താവ് നമുക്ക് നൽകിയൊരു വാഗ്ദത്വമുണ്ട്, എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവേ, എല്ലാ നാളും എന്നോട് കൂടെ ഇരുന്ന് എൻ്റെ സഹായകനായി ഉള്ളതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ആമേൻ. അവൻ ചുമന്നതിനാൽ അടിപ്പിണരാൽ അവൻ സൗഖ്യമാക്കി. നാലുവേലവൻ നടത്തിയിടുമേ. അടിപ്പിണരാൽ അവൻ സൗഖ്യമാക്കി.